സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള KSRTC ബഡ്ജറ്റ് ടൂറിസം യാത്രകൾ ഹിറ്റായതിനു പിന്നാലെ അന്തർ സംസ്ഥാന യാത്രകളും സൂപ്പർ ഹിറ്റ്. തമിഴ്നാട്ടിലെ ഊട്ടി, കൊടൈക്കനാൽ, മേഘമല, രാമേശ്വരം, കന്യാകുമാരി തുടങ്ങിയ ടൂറിസം സ്പോട്ടുകളാണ് പുതുവർഷത്തിൽ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ റൂട്ട് മാപ്പിൽ ഇടം പിടിച്ചിരിക്കുന്നത്. സാധാരണ ബസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക നിരത്തിലുള്ള ബസ്സുകൾ ടൂറിനായി നിരത്തിലിറക്കിയത് യാത്രക്കാരെ കൂടുതൽ ഉഷാറാക്കി. 2025 ബഡ്ജറ്റ് ടൂറിസം യാത്രകൾ വഴി മാത്രം 43 കോടി രൂപയാണ് KSRTCയുടെ വരുമാനം. 2024 23 കോടി എന്ന വരുമാനത്തെയാണ് ഒരു വർഷം കൊണ്ട് ഡബിളാക്കിയത്. കുറഞ്ഞ നിരക്കിൽ സുരക്ഷിത യാത്ര എന്നതാണ് KSRTCയുടെ BTC യാത്രകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത്. ക്രിസ്മസ്, പുതുവത്സര അവധിക്കാലത്ത് മൂന്നാറും മലക്കപ്പാറയും കാണാനായി കൂടുതൽ സഞ്ചാരികൾ KSRTC തിരഞ്ഞെടുത്തു. കുടുംബമായും കൂട്ടുകാർ സംഘങ്ങളായും യാത്രയുടെ ഭാഗമായി ഡ്രൈവർമാരും കണ്ടക്ടറും അടങ്ങുന്ന ജീവനക്കാർ സ്ഥലങ്ങളെക്കുറിച്ച് വിശദീകരിച്ചും യാത്രകൾക്കൊപ്പം ആടിയും പാടിയും ഒത്തിണങ്ങിയും പോകുന്നത് യാത്രകളെ കൂടുതൽ ജനകീയമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. 2021 മുതലാണ് ടിക്കറ്റേതര വരുമാനം ലക്ഷ്യമിട്ട് KSRTC ബഡ്ജറ്റ് ടൂറിസം യാത്രകൾ വിപുലമാക്കിയത്. KSRTCക്ക് സർക്കാർ സഹായമായി 93.72 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യ മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരുന്നു. ഈ വർഷം ഇതിനകം 1201.56 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി നൽകിയത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 8027.72 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ഇതുവരെ ലഭിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ 5002 കോടി രൂപ ലഭിച്ചിരുന്നു. ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ചേർന്നാൽ ആകെ 13,029.72 കോടി രൂപയാണ് കോർപ്പറേഷൻ സഹായമായി നൽകിയത്. കഴിഞ്ഞ UDF സർക്കാർ 5 വർഷത്തിൽ നൽകിയത് 1467 കോടി രൂപയായിരുന്നു. അതേസമയം നിരക്ക് കൂട്ടുന്നതിനനുസരിച്ച് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച KSRTC 2018 മുതൽ അന്തർ സംസ്ഥാന സർവീസുകൾക്ക് മാത്രം ഏർപ്പെടുത്തിയിരുന്നത് ഫ്ലാക്സ് നിരക്ക് സംസ്ഥാനത്തെ ദീർഘകാല സർവീസുകൾക്ക് ബാധകമാക്കി. രാവിലത്തെ നിരക്കായിരിക്കില്ല വൈകിട്ട്. ഇതോടെ നിരക്കുകളുടെ സമയങ്ങളും കൂടുതൽ തുക യാത്രക്കാർക്ക് നൽകേണ്ടി വരും. ദീർഘദൂര സ്വകാര്യ ബസ്സുകളുടെ മാതൃകയിലാണ് പുതിയ പരിഷ്കാരം. എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ നിരക്ക് പോലെ KSRTCയിൽ അമിതമായ നിരക്ക് ഈടാക്കുന്നില്ല. വരും കാലത്ത് അതിലേക്ക് എത്തുമോ എന്നത് യാത്രക്കാരുടെ ആശങ്കയാണ്. 2018 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നിരക്കനുസരിച്ച് 30% ഉയർത്താനും ചൊവ്വ മുതൽ വ്യാഴം വരെ 15% കുറയ്ക്കാനുമായിരുന്നു അനുമതി. 3 മാസം മുമ്പ് നിരക്ക് വർധന അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇത് പാലിക്കുന്നില്ല എന്നതാണ് ആക്ഷേപം. ബുക്കിംഗ് അനുസരിച്ച് നിരക്ക് നിശ്ചയിക്കാനുള്ള സംവിധാനം കൺട്രോൾ റൂം ഒരുക്കിയിട്ടുണ്ട്. ഡിപ്പോകളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളും ഇവിടേക്ക് കൈമാറും. അതേസമയം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ച ഇലക്ട്രിക് ബസ്സുകൾ BJP അധികാരത്തിൽ വന്നതോടെ വീണ്ടും ചർച്ചയായി. നഗരത്തിൽ റോഡുകൾ ഉൾപ്പെടെ ഓടിയിരുന്ന 113 ബസ്സുകൾ ലാഭകരമല്ല എന്ന് വിലയിരുത്തി KSRTC മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിക്കുകയായിരുന്നു. ഗതാഗത മന്ത്രി ഇടപെട്ടായിരുന്നു ഈ ഒരു റീഷെഡ്യൂൾ ചെയ്തത്. ഈ ബസ്സുകൾ ഇനി നഗരത്തിനുള്ളിൽ മാത്രം ഓടിയാൽ മതിയെന്ന് മേയർ VV രാജേഷ് നിലപാടെടുത്തതോടെയാണ് വിവാദത്തിന് തിരികൊളുത്തുന്നത്. മറ്റ് ഡിപ്പോകൾക്ക് നൽകിയ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാണ് കോർപ്പറേഷന്റെ ആവശ്യം. കോർപ്പറേഷന് ലാഭവിഹിതം KSRTC നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു. റൂട്ട് നിശ്ചയിക്കുന്നതിലടക്കം കരാർ ലംഘനമുണ്ടോ എന്നും 2023 ഫെബ്രുവരി 21 തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റിയും KSRTCയും തമ്മിലുണ്ടാക്കിയ കരാറിൽ വ്യവസ്ഥകൾ പാലിക്കണമെന്നാണ് VV രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. നഗരസഭാ പരിധിയിൽ സർവീസ് നടത്തേണ്ട ബസ്സുകൾ നഗരത്തിന് പുറത്ത് സർവീസ് നടത്തുന്നതിനെതിരെ പുതിയ ധർണസമിതി ശക്തമായി മുന്നോട്ട് വന്നിരുന്നു. നഗരത്തിലെ ഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഹരിത നഗരം എന്ന ആശയം നടപ്പിലാക്കാനും വേണ്ടിയാണ് സിറ്റി സർക്കുലർ ബസ്സുകൾ സംവിധാനം കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷന്റെ സഹായത്തോടെ വാങ്ങിയ ഈ ബസ്സുകളാണ് KSRTC ഇഷ്ടാനുസരണം നാടുകടത്തിയത്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ കൂടി ഉൾപ്പെടുത്തി ഓഫീസുകൾ, ആശുപത്രികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ ബന്ധിപ്പിച്ചിരുന്ന സിറ്റി സർക്കുലർ ബസ്സുകൾ ആരംഭിച്ചത്. 10 രൂപ നിരക്കിൽ ഓടിത്തുടങ്ങിയ സിറ്റി സർക്കുലർ ബസ്സുകൾ പെട്ടെന്ന് ജനകീയമായി. 113 ഇലക്ട്രിക് ബസ്സുകളാണ് സിറ്റി സർക്കുലറിൽ ഉണ്ടായിരുന്നത്. ഈ ബസ്സുകൾ നഗരത്തിൽ തന്നെ സർവീസ് നടത്തണമെന്ന് KSRTC കോർപ്പറേഷനുമായി കരാറുണ്ടായിരുന്നു. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ KSRTC പരിഷ്കരണത്തിന്റെ ഭാഗമായി ഈ കരാർ ലംഘിച്ച് ബസ്സുകൾ മറ്റിടങ്ങളിലേക്ക് സർവീസ് നടത്തി തുടങ്ങി. സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനായിരുന്നു സിറ്റി സർക്കുലർ ബസ്സുകൾ ഈ ആശയം KSRTC തകർത്തത്. നഗരത്തിലെ ഗതാഗത ആവശ്യങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് രൂപകൽപ്പന ചെയ്ത റൂട്ടുകളാണ് സിറ്റി സർക്കുലറിന് വേണ്ടി തയ്യാറാക്കിയത്. എന്നാൽ ഇവ സിറ്റി വിട്ട് നെടുമങ്ങാട്, ആറ്റിങ്ങൽ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. തലസ്ഥാന നഗരത്തിലെ വീതി കുറഞ്ഞ റോഡുകൾക്ക് അനുയോജ്യമായാണ് ചെറിയ ബസ്സുകൾ നിരത്തിലിറക്കിയത്. എന്നിരുന്നാലും 2025 KSRTC വരുമാനം 43 കോടി രൂപയാണ്. ഈ വർഷം കൂടുതൽ വിനോദസഞ്ചാര യാത്രകളും തീർത്ഥയാത്രകളും നടത്താനുള്ള ശ്രമത്തിലാണ്. മികച്ച വരുമാനം ലഭിക്കുന്നതും ആത്മവിശ്വാസം പകരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.